നിലമ്പൂരിൽ പി.വി. അൻവർ മത്സരിക്കുക സ്വതന്ത്രനായി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രിക തള്ളി. തൃണമൂലിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതാണ് കാരണം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ രണ്ടാം പത്രിക അംഗീകരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടിയുടെ ഒരു സെറ്റ് പത്രിക തള്ളി. ഡമ്മി സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെ 7 പത്രികകളും തള്ളി. അനൽക സെയ്ദ് ചേരുന്നു വിവരങ്ങളുമായി. അനൽക, ഈ ഒരു കാരണം ഒരുപക്ഷെ പി.വി. അൻവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകുമോ? തൃണമൂൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കുവാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടിലേക്ക്, തുടർ നടപടികളിലേക്കാണ് പി.വി. അൻവർ കടക്കുന്നത്? ഒപ്പം SDPI സ്ഥാനാർത്ഥിയുടെ പട്ടികയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ്. അതായത് പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ നൽകിയ പത്രികയാണ് ഇപ്പോൾ ഈ അല്പനേരം മുമ്പ് തിരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായിട്ടുള്ള പെരിന്തൽമണ്ണ സബ് കളക്ടർ ഇത്തരത്തിൽ തള്ളിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാന പാർട്ടി ആയതിനാലാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൻവറിന് മത്സരിക്കാൻ സാധിക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കാൻ കഴിയില്ലെന്നൊരു കാര്യം അൻവർ മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നെന്ന് തിരിച്ചറിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അൻവർ ആദ്യ 3 സെറ്റ് പത്രികകളിൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിലും അതോടൊപ്പം തന്നെ മറ്റ് 2 സ്വതന്ത്ര ബാനറിലും നൽകിയിട്ടുള്ളത്. അതായത് അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ മറ്റ് വീഴ്ചകളൊന്നുമില്ല. അതോടൊപ്പം തന്നെ TMC ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ ഈ നോമിനേഷനിൽ 10 പേർ ഒപ്പിടുന്നുണ്ടായിരുന്നല്ലോ. ഇതിൽ ആ നോമിനേഷനകത്ത് അൻവർ മാത്രമാണ് ഇത്തരത്തിൽ ഒപ്പിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SDPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാദിഖ് നടുത്തൊടിയുടെ 3 സെറ്റ് പത്രികയിൽ ഒരു പത്രിക തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പത്രികകളും സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തം 25 പത്രികകളാണ് ഇത്തരത്തിൽ ഇന്നലെ നാമനിർദ്ദേശ പത്രികയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ 18 ഇത്തരത്തിൽ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സ്വതന്ത്രർ ഉൾപ്പെടെ 7 പത്രികകൾ ഇത്തരത്തിൽ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ LDFിൻ്റെയും അതോടൊപ്പം UDFിൻ്റെയും BJPയുടെ ഉൾപ്പെടെ ശിവസേനയുടെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നാമനിർദ്ദേശ പത്രികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ വരണാധികാരി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്മി പത്മ. അനൽക സെയ്ദാണ് വിവരങ്ങൾ പങ്കുവച്ചത് നിലമ്പൂരിൽ നിന്ന്.